സംഭവം അടിപൊളിയുണ്ട്. ഞാൻ 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് അധികം എടുക്കണ്ട, ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. 2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 2 കോഴിമുട്ട എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഒരു 1.5 കപ്പ് പാല്, പിന്നെ പകുതി നമ്മൾ വെള്ളമാണ് മിക്സ് ചെയ്യണത്. പാല് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പൊറോട്ടയ്ക്ക് ചാൻസ് ഉണ്ടെന്നല്ല, നല്ല ടേസ്റ്റ് കിട്ടും പാല്. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കുക, ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക ആദ്യം. എന്നിട്ട് ഇതൊക്കെ കൂടി ഒന്ന് കുഴച്ചെടുക്കുക പയ്യെ. ഇനി ഇത് നൈസായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം ഇൻഗ്രീഡിയൻസൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് വെള്ളത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം അധികം ആവരുത് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ നമ്മൾ, അതിൻ്റെയൊക്കെ ഒരു പരുവം. അതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയാലും കുഴപ്പമില്ല. ആ ഒരു പരുവത്തിൽ കുഴക്കണം നല്ലോണം. ഇപ്പം നമ്മുടെ വെള്ളം കറക്റ്റായിട്ടുണ്ട് കേട്ടോ, അളവ് പൊറോട്ടയ്ക്കുള്ളത്. ഈ ഒരു തിക്നെസ് നമുക്ക് കറക്റ്റാണ്, ഈ ഒരു മാവിൻ്റെ വെള്ളത്തിൻ്റെ അളവേ. അപ്പോൾ ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. വെള്ളം കൂടരുത് കേട്ടോ. ഞാൻ കുഴ എൻ്റെ കിച്ചണിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ കുറച്ച് സ്പേസ് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടേക്ക് ഇതിരിച്ചിട്ട് മിക്സ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട്. ഇനി നമ്മുടെ മാവ് അവിടെ ഇട്ടിട്ട് നൈസായിട്ട് കുഴയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മുടെ മാവ് നല്ലോണം കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളത് എടുത്ത് വയ്ക്കുകയാണ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറോളം അത് സെറ്റായിട്ടിരിക്കണം, മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാവ് സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി അതൊന്ന് 1 മണിക്കൂർ നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ഒരു ക്ലീൻ ഫില്ല് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുറ്റി വയ്ക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മാവ് മുറിച്ചെടുത്തിട്ട് ബോൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ഈ കാണിക്കുന്ന പോലെ 2 കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ പുഷ് ചെയ്തെടുക്കാം മാവ്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബോളിൽ നിന്ന് നമുക്ക് 2 പൊറോട്ട ഉണ്ടാക്കാൻ പറ്റും. ഈ എല്ലാ ബോളും നല്ലോണം നമ്മൾ ഓയിൽ മിക്സ് പുരട്ടി കൊടുക്കണം. നല്ലോണം എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ്. പൊറോട്ട വീശിയടിക്കുന്ന സ്റ്റൈലാണ്. വീശാണ്ട് ഞാൻ പൊറോട്ട ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പൊറോട്ട പരത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചപ്പാത്തി പോലെ ഉണ്ടെങ്കിൽ പരത്താം അങ്ങനെ. അപ്പോൾ ഇതുപോലെ പരത്തി കഴിഞ്ഞാൽ എഡ്ജസ് നല്ല കനം കുറച്ച് സെൻറ്ററിൽ കുറച്ച് കട്ടി നിർത്തിയിട്ട് പരത്തിയിട്ട് നമ്മളിനി വീശാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വീശുമ്പോൾ പൊറോട്ട പൊട്ടാതെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വീശാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പൊറോട്ട ഈ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ഈ തള്ളവിരൽ കണ്ടില്ലേ മേലെ വരണം. അതുപോലെ വലതുകൈയുടെ തള്ളവിരൽ അടിയിലും വരണം, ബാക്കി 4 വിരലും മേളിലും വരണം. എന്നിട്ട് നമ്മൾ വീശാൻ പോവാണ്. പയ്യെ എടുക്കുക, ബലം പിടിക്കാണ്ട് ഇതാ. എന്നിട്ട് ഈ വിരൽ കൈ ഇരുന്നിടത്ത് അടുത്ത കൈ കൊണ്ടുവരണം. അങ്ങനെ ഇത് കയറി റൊട്ടേഷൻ പോലെ പോകും. അധികം ബലം പിടിക്കണ്ട കേട്ടോ. ബലം പിടിക്കാണ്ട് ഇങ്ങനെ വീശിയാൽ മതി. ഉണ്ടാവും കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബലം പിടിച്ച എന്താ വെച്ചാൽ ബലം പിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. പയ്യെ മാക്സിമം ഇങ്ങനെ വിടർത്തി അടിക്കണം. കണ്ടോ, ഇത് മതി, ഇത്ര മതി. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുക. അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ മുറിച്ചെടുക്കണം. എന്നിട്ട് ഇങ്ങനെ കൂട്ടി പിടിക്കുക ഒരറ്റത്തു നിന്ന്. ഇനി ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റിൽ പല വിധം ചുറ്റാം. ഇപ്പം ഞാൻ ഇങ്ങനെ ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഉണ്ടോ, ആ ഫ്ലോർ വെച്ച് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് ഈ എൻഡ് പോർഷൻ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുക. ഇത് അടുത്ത മെത്തേഡാണ്. ഇത് കയ്യിൽ വെച്ച് തന്നെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ്.
ഫ്ലോറിൽ വയ്ക്കാതെ തന്നെ കൈ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് നേരത്തെ കാണിച്ച പോലെ അടിയിൽ നമ്മൾ ലോക്ക് കൊടുക്കണം. ഞാൻ പോണത് വീശാണ്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാൻ പോകണമെന്നാണ്. ഞാനും ഇതുപോലെ വീശാണ്ട് പൊറോട്ട ഉണ്ടാക്കിയില്ല, എന്നാലും ഞാൻ കാണിച്ചത്. എനിക്ക് വീശി ഉണ്ടാക്കുന്നതാണ് പൊറോട്ട എളുപ്പം തോന്നുന്നത്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും വീശാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ വീശാണ്ട് ഇങ്ങനെ ചപ്പാത്തി പോലെ എടുത്തിങ്ങനെ പരത്ത മാക്സിന്. ഇത്രയും പരത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീശിയ പോലെ തന്നെ ആയിട്ടില്ലേ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ കീറി വയ്ക്കുകയാണ്. അതിൻ്റെ എല്ലാ പോർഷനും എല്ലാ എഡ്ജസും കൂടെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് ചുറ്റി വയ്ക്കാം. അപ്പോൾ നേരത്തെ വീശി നമ്മൾ ഉണ്ടാക്കുന്ന അതേ ലെയർ തന്നെ ഇതിന് കിട്ടും. വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പൊറോട്ട പരത്തി ചുടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഇട്ടാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ചപ്പാത്തി പോലെ എടുക്കുക, എന്നിട്ട് പരത്തുക. അങ്ങനെ അധികം പരത്തണ്ട, ഈ ഒരു സൈസ്, ഈ ഒരു വലുപ്പത്തിൽ മതി. ചട്ടി ചൂടായി കഴിഞ്ഞാൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് പരത്തി വെച്ച പൊറോട്ട നേരെ അതിൽ കിട്ടുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അധികം ചൂട് കൂടരുത്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും കുറച്ച് ഓയിൽ തെളിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മറിച്ചിടാം. കണ്ട നല്ല മൊരിയായിട്ടും ആയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലേക്കും കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാം. നമ്മുടെ പൊറോട്ട റെഡിയാണ്. ഇതെന്താ, നന്നായി അടിച്ചെടുക്കണം. നല്ല ചൂടാണ്. അപ്പോൾ പൊറോട്ട അടിച്ചാലാണ് പൊറോട്ടയ്ക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലെയറൊക്കെ വിരിഞ്ഞ് വരുന്നുണ്ടോ? ഇതാ